പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കേരളത്തിലെ ഓട്ടോണമസ് കോളേജുകളിലേക്കുള്ള 5 ഇയർ UG പ്രോഗ്രാം, ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം, അതുപോലെ തന്നെ PG പ്രോഗ്രാമുകളിലേക്കുള്ള അഡ്മിഷൻ നടപടികൾ ആരംഭിച്ചതായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. എന്താണ് ഓട്ടോണമസ് കോളേജ് എന്നുള്ള കാര്യത്തിൽ വിദ്യാർത്ഥികൾക്ക് ഇപ്പോഴും ക്ലാരിഫിക്കേഷൻ ലഭിക്കേണ്ടതുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഓട്ടോണമസ് കോളേജ് എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റ് ചെയ്ത കോളേജാണ്. പക്ഷെ അവിടുത്തെ കാര്യങ്ങളിൽ പല ഡിസിഷൻ എടുക്കാനുള്ള പവർ ഈ ഓട്ടോണമസ് കോളേജുകൾക്കുണ്ട്. ഉദാഹരണമായിട്ട്, ഈ യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള മറ്റുള്ള കോളേജുകളെല്ലാം അതിന്റെ അഡ്മിഷൻ നടപടികൾ യൂണിവേഴ്സിറ്റി ഡയറക്റ്റ് നടത്തുമ്പോൾ, ഓട്ടോണമസ് കോളേജിലെ അഡ്മിഷൻ നടപടികൾ നടത്തുന്നത് ഓട്ടോണമസ് കോളേജ് ആയിരിക്കും. അവിടുത്തെ പരീക്ഷ നടത്തുന്നത് ഓട്ടോണമസ് കോളേജ് ആയിരിക്കും. എന്നാൽ ചില വിദ്യാർത്ഥികൾക്ക് ഒരു സംശയമുണ്ട്, ഓട്ടോണമസ് കോളേജ് എല്ലാം സെൽഫ് ഫിനാൻസിങ് കോളേജ് ആണ്. സെൽഫ് ഫിനാൻസിങ് കോളേജിൽ ആകെ 2 കോളേജ് ഓട്ടോണമസ് ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓട്ടോണമസ് കോളേജിലെ ബഹുഭൂരിപക്ഷം കോളേജുകളും എയ്ഡഡ് ഓർ ഗവൺമെന്റ് കോളേജാണ്. ഭൂരിപക്ഷ കോളേജുകൾ എയ്ഡഡ് കോളേജാണ്, ഒരു ഗവൺമെന്റ് കോളേജാണ് നിലവിലുള്ളത്. അപ്പോൾ ഇവിടുത്തെ കോഴ്സുകളിലേക്ക് ഫീ അടക്കുന്നതുമായി ബന്ധപ്പെട്ട് അതാണ് ഉണ്ടാവുക, സെമസ്റ്റർ ഫീസ് വിദ്യാർത്ഥികൾ അടക്കണം എന്നുള്ള ഒരു തെറ്റിദ്ധാരണ വിദ്യാർത്ഥികളിലുണ്ട്. എയ്ഡഡ് ഗവൺമെന്റ് കോളേജിലെ എയ്ഡഡ് കോഴ്സുകളിലേക്ക് ബഹുഭൂരിപക്ഷം കോഴ്സുകളും എയ്ഡഡ് കോഴ്സ് ആയിരിക്കും. ഇതിലേക്ക് സെമസ്റ്റർ ഫീസ് അടയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ ഓട്ടോണമസ് കോളേജുകളിലേക്ക് അപേക്ഷ കൊടുക്കാം. ഏകദേശം എല്ലാ കോളേജുകളും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഫറൂഖ് കോളേജ് UG PG ലാസ്റ്റ് ഡേറ്റ് 31/5/2025 ദേവഗിരിയിൽ 2-ാം തീയതിയാണ് UG PG 3-ാം തീയതി. അതുപോലെ തന്നെ CMS കോളേജിലും പ്രൊവിഡൻസ് കോളേജിലും 2-ാം തീയതിയാണ് UG PGയുടെ ലാസ്റ്റ് ഡേറ്റ് അവസാനിക്കുന്നത്. UGയുടെ കൂടെ തന്നെ ആയിരിക്കും എല്ലാ കോളേജിലും ഇന്റഗ്രേറ്റഡ് അപേക്ഷ. ഷാഫി കോളേജ് ആരംഭിച്ചിട്ടുണ്ട്, മജ്ലിസ് കോളേജ് ആരംഭിച്ചിട്ടുണ്ട്. ഈ ഷാഫി കോളേജും മജ്ലിസ് കോളേജുമാണ് സെൽഫ് ഫിനാൻസിങ് കോളേജിൽ വരുന്നത്. ഈ ഓട്ടോണമസ് കോളേജിൽ സെന്റ് തോമസ് കോളേജിൽ 31-ാം തീയതി മെയ് 31-ന് അവസാനിക്കും. PG സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ക്രൈസ്റ്റ് കോളേജ് സ്റ്റാർട്ടഡ്. സേക്രഡ് ഹാർട്ട് കോളേജ് ജൂൺ 1-ാം തീയതി UG അവസാനിക്കും, PG ആരംഭിച്ചിട്ടുണ്ട്. SB കോളേജ് ചങ്ങനാശ്ശേരി UG PG ലാസ്റ്റ് ഡേറ്റ് ജൂൺ 14 അസംഷൻ കോളേജിൽ 5-ാം തീയതിയാണ് UG PG 3-ാം തീയതി. സെന്റ് ആൽബർട്ട് കോളേജിൽ 31-ാം തീയതി മെയ് 31-ന് അവസാനിക്കും. മരിയൻ കോളേജ് കുട്ടിക്കാനത്തിൽ 29-ാം തീയതി UG അവസാനിക്കും, PG സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. MA കോളേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ലാസ്റ്റ് ഡേറ്റ് സ്റ്റാർട്ടഡ് എന്നുള്ളതിലൊന്നും ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടില്ല. മാറിവാനിയസിൽ 31-ാം തീയതി UG, 10-ാം തീയതി PG. കാർമൽ കോളേജിൽ UG 2-ാം തീയതി ആണ് ലാസ്റ്റ് ഡേറ്റ്, PG ഡേറ്റ് പറഞ്ഞിട്ടില്ല. സെന്റ് ജോസഫ് കോളേജ് ഇരിഞ്ഞാലക്കുട, വിമല കോളേജ്, PSMO കോളേജ് സ്റ്റാർട്ട് ചെയ്തു. MES മമ്പാട് കോളേജ് സ്റ്റാർട്ട് ചെയ്തു. സെന്റ് തെരാസസ് കോളേജ് സ്റ്റാർട്ട് ചെയ്തു. ഫാത്തിമാത നാഷണൽ കോളേജിൽ UGയുടെ ലാസ്റ്റ് ഡേറ്റ് മെയ് 31, PG സ്റ്റാർട്ടഡ്. മഹാരാജാസ് കോളേജ് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ഇതൊക്കെ അപേക്ഷിക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത്. ഇത്ര കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. താല്പര്യമുള്ള വിദ്യാർത്ഥികൾ അപേക്ഷിക്കുക. ഓക്കെ, താങ്ക് യു.